ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിഡ്ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഞാനിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറയുന്നില്ല, അല്ലെങ്കിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് വരയ്ക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പോൾ അത് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടായിട്ട് ചോദിക്കുക, ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ചാണ് എടുത്തിരിക്കുന്നത് കോളംസൊക്കെ. അപ്പം ബാക്കി നിങ്ങൾ റെഫറൻസ് പേജ് നോക്കിയിട്ട് കോളംസ് ഇട്ടാൽ മതി. പേപ്പർ A4 പേപ്പറാണ് എടുത്തിരിക്കുന്നത്, ഐവറി ഷീറ്റാണ് എടുത്തിരിക്കുന്നത്, 210 GSM പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വരച്ചാൽ മതി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും പറഞ്ഞിരുന്നു മഞ്ഞുമേൽ ബോയ്സ് എന്ന മൂവിയിലെ ഒരു ഡ്രോ ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് അതെല്ലാം ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസേ ഉള്ളൂ. കൂടുതലും സിംഗിളായിട്ട് ആരുടെയും തന്നെ അങ്ങനെ കണ്ടില്ല. അപ്പം നമുക്ക് ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് സൗബിൻ്റെ ഒരു ഡ്രോയിങ് സാധാരണ ഡ്രോ ചെയ്യാൻ ഓർത്തുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ കണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഇമേജ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത്. അപ്പം ആ ഒരു മൂവിയിൽ ഇപ്പം എല്ലാം ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസാണ് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം സിംഗിളായിട്ടുള്ളത് നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം സാബിൻ്റെ ഒരു ഡ്രോയിങ് ഞാനല്ലാതെ ചെയ്യുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വരച്ച് നോക്കാം. അപ്പോൾ ഈ പാട്ട് നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത പാട്ട് നമ്മൾ ചെയ്യുക ഹെയർ ഡ്രോയിങ്, ഫേസ് ഷെയ്ഡിങ് ഒക്കെ ആയിരിക്കും.